മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട ടെലിവിഷൻ പരമ്പരയായിരുന്നു ഉപ്പും മുളകും. ഒരു ഇടവേളയ്ക്ക് ശേഷം അത് വീണ്ടും ഇപ്പോൾ പുനരാരംഭിക്കുകയും ചെയ്തു. സീരിയലിലെ ഒട്ടുമിക്ക എല്ലാ കഥാപാത്രങ്ങളെയും നെഞ്ചോട് ചേർത്തിട്ടുള്ളവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് ഉപ്പും മുളകും എന്ന സീരിയലിന് ഇത്രയധികം ജനപ്രീതി നേടിയത്. ഈ പരമ്പരയിൽ കേശു എന്ന കഥാപാത്രം അവതരിപ്പിച്ച അൽ സാബത്തിനെ അങ്ങനെ ആർക്കും മറക്കാനും കഴിയില്ല. ഇപ്പോഴും പരമ്പരയുടെ ഭാഗം തന്നെയാണ് അൽ സാബിത്ത്. കേശു എന്ന് വിളിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികൾ. ചെറുപ്രായത്തിൽ കുടുംബത്തിന്റെ ഭാരം ഒന്നാകെ തലയിലേറ്റി കഠിനാധ്വാനത്തിലൂടെ അവരെ കരകയറ്റിയ ആളാണ് കേശു. പ്രായം 17 ആയിട്ടേ ഉള്ളൂവെങ്കിലും കേശുവും അമ്മയും ഇന്ന് സമാധാനത്തോടെയാണ് ഉറങ്ങുന്നത്. ലക്ഷങ്ങളുടെ കടം സ്വന്തം വരുമാനത്തിൽ നിന്ന് വീട്ടിയാണ് കേശു മാതൃകയാവുന്നത്. അൽസാബിത്തിന്റെ ഈ ജീവിത കഥ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ഈ പ്രായത്തിനിടയിൽ ഏകദേശം 25 ലക്ഷത്തോളം രൂപയുടെ കടമാണ് കേശു വീട്ടിയത്. കൂടാതെ ഒരു കാറും സ്വന്തമാക്കി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയ തന്തവൈബ് വിളി പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേശുവിന്. എന്നാൽ അതൊന്നും തന്നെ അലട്ടുന്നില്ല എന്നും മനസ്സിലാക്കാനുള്ള പക്വത തനിക്കുണ്ട് എന്നും പറയുകയാണ് കേശു ഇപ്പോൾ. ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടിയായി ഇരിക്കുമ്പോൾ മുതലുള്ള ബുദ്ധിമുട്ടുകൾ താണ്ടിയാണ് താൻ വീട്ടിലെ കടം വീട്ടിയത് എന്നാണ് താരം പറയുന്നത്. വീട്ടുകാർക്ക് ഒരു കച്ചവടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറെ നഷ്ടമുണ്ടാവുകയും വീട് വെച്ചപ്പോഴുള്ള കടം പെരുകുകയും ചെയ്തു. താനും ഉമ്മയും മാത്രമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അന്ന് ആ കടം വീട്ടിയപ്പോൾ കിട്ടിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല എന്നാണ് കേശു പറയുന്നത്. അടുത്ത കാലത്താണ് ഒരു കാർ വാങ്ങിയത്. അമ്മയ്ക്ക് കൂടി താല്പര്യമുള്ള കാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്തരം ചെറിയ വിജയങ്ങളാണ് തന്നെ നയിക്കുന്നത് എന്ന് കേശു പറയുന്നു. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ജോലി ചെയ്തു തുടങ്ങിയതോടെയാണ് പിള്ളേരുടെ ഇടയിൽ നിന്നും ഈ തന്തവൈബ് വിളി കേൾക്കാൻ തുടങ്ങിയത്. സീരിയൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് അഭിനയം സീരിയസ് ആയി കാണാൻ തുടങ്ങിയത് തന്നെ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഭിനയം കാര്യമായിട്ട് എടുത്തത് എന്നും കേശു പറയുന്നു. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കേശുവിന്റെ വിജയ കഥ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്.